അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കുന്നവരിൽ അവർ പാലിച്ചിരിക്കേണ്ട 5 മര്യാദകളുണ്ട്. ഏതൊരാളും ദഅവത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഈ 5 സ്വഭാവങ്ങൾ അവന്റെ ജീവിതത്തിൽ പുലർത്തുക. ഒന്നാമത്തെ കാര്യം അൻ യകൂന അലീമൻ, നീ തൗഹീദ് പഠിക്കണം. അറബിയിൽ പറയാറുണ്ട് ഫാഖിദു ഷൈഇ ലാ യുഅതി, ഒരുത്തന്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ അവൻ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക? നിനക്ക് തൗഹീദ് അറിയില്ലെങ്കിൽ നീ എങ്ങനെ തൗഹീദ് ആളുകളെ പഠിപ്പിക്കും? നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പഠിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് സഹോദര നീ അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക? നിനക്ക് ശിർക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് നീ ജനങ്ങളെ അതിൽ നിന്ന് താക്കീത് ചെയ്യുക? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പഠിക്കണം. എന്താണ് നീ പറയുന്നതിന്റെ തെളിവുകൾ? എന്താണ് നീ പറയുന്ന, നീ ക്ഷണിക്കുന്ന ആദർശത്തിന്റെ തെളിവുകൾ എന്താ? പഠിക്കണം. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം അൻ യകൂന റഹീമൻ, നീ റഹീമായിരിക്കണം, കാരുണ്യമുള്ളവനായിരിക്കണം. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ മാതൃക അവിടുന്നാണ്. അവിടുത്തെ അല്ലാഹു നിയോഗിച്ചത് ലോകർക്ക് മുഴുവൻ കാരുണ്യമായിക്കൊണ്ടാണ്. നീ റഹീമാകണം, കാരുണ്യമുള്ളവനാകണം. നീ ഒരിക്കലും ശപിക്കുന്നവനാകരുത്, ജനങ്ങളെ അകറ്റുന്നവനാകരുത്, മുഖം ചുളിക്കുന്നവനാകരുത്, അബൂസാകരുത്. അബസ വതവല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം എന്ന സഹാബിയോട് മുഖം ചുളിച്ചതിനാണ് ആയത്ത് അവതരിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ റഹീമായിരിക്കണം, കാരുണ്യമുള്ളവനാകണം. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീൻ റഊഫുൻ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഊഫായിരുന്നു, റഹീമായിരുന്നു, അനേകം കാരുണ്യം ചൊരിയുന്നവരായിരുന്നു, അങ്ങേറ്റം സൗമ്യത പുലർത്തുന്നവരായിരുന്നു. ലം ഉബ്അസ് ലആനൻ, ഞാൻ ശപിക്കുന്നവനായല്ല നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അന നബിയു റഹ്മ, ഞാൻ റഹ്മത്തിന്റെ നബിയാണ്. അതുകൊണ്ട് സഹോദര നീ റഹ്മത്തുള്ളവനാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ 2 സഹാബിമാർ, പണ്ഡിതന്മാരായിരുന്ന 2 സഹാബിമാർ, അബൂ മൂസ അൽ-അശ്അരിയെയും മുആദ് ഇബ്നു ജബലിനെയും യമനിലേക്ക് ദഅവത്തിനായി, പ്രബോധനത്തിനായി പറഞ്ഞയക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു ബശ്ശിറ വലാ തുനഫിറ, നിങ്ങൾ ജനങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക, അവർക്ക് ഈ പറഞ്ഞ കാര്യം സ്വീകരിക്കാൻ ആഗ്രഹമുള്ളവരാക്കി മാറ്റി. വലാ തുനഫിറ, ജനങ്ങളെ നിങ്ങൾ ആട്ടിയകറ്റരുത്. നിന്റെ അടുക്കലേക്ക് വരുന്നവരെ നീ പരിഹസിക്കരുത്, പുച്ഛിക്കരുത്, അവനെ നീ കളിയാക്കരുത്. നീ ഇത് പഠിച്ചിട്ടില്ലേ, എന്തായിരുന്നു നീ ഇത്രയും കാലം ചെയ്തിരുന്നത് ചോദിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വലിയ ഗൗരവപ്പെട്ട കാര്യങ്ങളിൽ മുന്നിലോട്ട് നടക്കുന്ന സന്ദർഭങ്ങളിൽ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ അവിടുത്തെ അരികിൽ ആളുകൾ വന്ന് ഒട്ടകത്തെ പിടിച്ചു നിർത്തും. മുഹമ്മദ്, എനിക്ക് ചില ചോദ്യങ്ങളുണ്ട്. ഞാൻ നിന്നോട് നബിയെ, അങ്ങയോട് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നു. ഞാൻ ചോദിക്കുന്നത് കുറച്ച് കടുപ്പത്തിലായിരിക്കും, എന്നോട് പ്രയാസമൊന്നും വിചാരിക്കരുത്. എന്നിട്ട് ചോദിക്കുന്നത് ഇസ്ലാമിലെ പ്രാഥമികമായ കാര്യങ്ങളാണ്, ഇസ്ലാം കാര്യങ്ങളെ കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സബ്രോടുകൂടി, ക്ഷമയോടുകൂടി പറഞ്ഞു കൊടുക്കുന്നു. നീ ഇതൊന്നും പഠിച്ചില്ലേ, വേറെ ആരുടെങ്കിലും പോയി ചോദിക്കാൻ കണ്ടില്ലേ എന്നല്ല, അത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇമാം അൻ-നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, നിന്റെ അരികിൽ ഒരാൾ പഠിക്കാൻ വേണ്ടി വന്നിരുന്നാൽ പഠിപ്പിച്ചു കൊടുക്കണം, നിനക്ക് അറിയുന്നതാണ് എങ്കിൽ. തിരിഞ്ഞു കളയരുത്. ബശ്ശിറ വലാ തുനഫിറ വയസ്സിറ വലാ തുഅസ്സിറ, നിങ്ങൾ എളുപ്പമുണ്ടാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ് വലാ തുഅസ്സിറ, പ്രയാസം സൃഷ്ടിക്കരുത്, ബുദ്ധിമുട്ടുണ്ടാക്കരുത്, എളുപ്പമുണ്ടാക്കുക. ഇസ്ലാം സ്വീകരിക്കുന്നത് അവന് പ്രിയങ്കരമാക്കുക, പ്രയാസമില്ലാത്തതാക്കുക. ഈ പറഞ്ഞതിന്റെ അർത്ഥം ദീനിലെ കൽപ്പനകൾ മാറ്റിമറിക്കാനല്ല, ദീനാണ് എളുപ്പം, ആ എളുപ്പം അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. വലാ തുഅസ്സിറ, ദീനിലില്ലാത്തത് പറഞ്ഞ് നീ ബുദ്ധിമുട്ടിക്കരുത്. വതതാഅവഅ വലാ തഖ്തലിഫ, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുക. വലാ തഖ്തലിഫ, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഓർമ്മപ്പെടുത്തലാണ്. മൂന്നാമത്തെ കാര്യം സഹോദര, അൻ യകൂന ഹകീമൻ, നിനക്ക് ഹിക്മത്ത് ഉണ്ടാകണം. നീ എവിടെയാണ് നിൽക്കുന്നത്, നീ സംസാരിക്കുന്നത് ആരോടാണ്, അവൻ്റെ വൈജ്ഞാനികമായ നിലവാരം എന്താണ്? നിന്റെ അടുത്ത് ഉള്ളതെല്ലാം ഒരാളുടെ മുന്നിൽ പോയി കൊണ്ടുപോയി കൊട്ടുക എന്നതല്ല ദഅവത്തിന്റെ ഉദ്ദേശം. നിനക്കറിയുന്നതെല്ലാം പറയാന്നുള്ളതല്ല, അവൻ ആവശ്യമുള്ളത് എന്താണ് അതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഒരാൾ നിന്റെ മുന്നിൽ വന്നിരിക്കുന്നു, എന്ന് ഇവനൊന്ന് കാണിക്കട്ടെ, വലിയ വലിയ വിഷയങ്ങൾ പറയാ, അവനിങ്ങനെ തരിച്ചിട്ട് ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ എന്ന് പറഞ്ഞ് അവനിങ്ങനെ തരിച്ച് തിരിച്ചു പോകുന്നത് കൊണ്ട് എന്ത് ഉപകാരമാണ് നിനക്കുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ കൂനു റബ്ബാനിയീന ബിമാ തുഅല്ലിമൂന അന്നാസ്, നിങ്ങൾ റബ്ബാനിയുകളാകുക ജനങ്ങളെ ദീൻ പഠിപ്പിക്കുമ്പോൾ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, അൽ ആലിമു റബ്ബാനി ഹുവല്ലദീ യുഅല്ലിമു സിഗാറൽ മസായിൽ ഖബ്ല കിബാരിഹ, വലിയ വലിയ വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിന് മുൻപ്
ചെറിയ വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവനാണ് യഥാർത്ഥ പണ്ഡിതൻ. ഇസ്ലാം കാര്യം, ഈമാൻ കാര്യം പല ആളുകൾക്ക് ഇതൊന്നും വേണ്ട, ഇതൊന്നും പറഞ്ഞു കൊടുക്കില്ല. ആരെങ്കിലും ഇസ്ലാമിനെ കുറിച്ച് ചോദിച്ചു വന്നാൽ, ദീന് പഠിക്കാൻ വന്ന് വലിയ വലിയ തർക്ക വിഷയങ്ങൾ മാത്രമേ അവൻ്റെ കയ്യിലുള്ളൂ. ഈമാൻ കാര്യം ഇസ്ലാം കാര്യം പറഞ്ഞു കൊടുക്കാൻ അവന് മടിയാണ്. നിസ്കാരം പഠിപ്പിച്ചു കൊടുക്കാൻ ഒരാളെ അന്വേഷിച്ചാൽ പോലും ഈ കാലത്ത് കിട്ടൂല. ഒരാൾ മുസ്ലിം ആയിട്ടുണ്ട്, അവനൊന്ന് നിസ്കാരം നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും, എനിക്കതിന് മാത്രം അറിവില്ല. അവൻ ദുനിയാവിൽ എല്ലാ വിഷയം തർക്കിക്കും, നിസ്കാരം പറഞ്ഞു കൊടുക്കാൻ പറ്റൂല. സഹോദര, നീ ഹക്കീമാകണം. പറയുന്നത് ഏത് സ്ഥലത്താണ്, എന്താണ് പറയുന്നത്, ആരാണ് കേൾക്കുന്നത്, ഇതാരെല്ലാം കേൾക്കാൻ സാധ്യതയുണ്ട്, ഇതെല്ലാം ചിന്തിച്ചുകൊണ്ടാണ് സംസാരിക്കേണ്ടത്. നാലാമത്തെ കാര്യം അൻ യകൂന കരീമൻ. ദഅവത്ത് നിർവഹിക്കുന്നവർ, പ്രബോധനത്തിൽ ഇറങ്ങുന്നവർ, അവൻ ഇതൊരു ഒഴിവ് സമയത്തേക്ക് മാത്രമുള്ള പണിയായി വെക്കരുത്. എനിക്കൊഴിവുള്ളപ്പോൾ നോക്കട്ടെ. ദഅവത്ത് ചെയ്യുന്നവൻ അവൻ്റെ സമയവും അവൻ്റെ സമ്പത്തും അവൻ്റെ ശരീരവും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകാൻ സജ്ജമായിരിക്കണം. എനിക്ക് ഒഴിവുള്ളപ്പോൾ മാത്രം എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി, അപ്പോൾ മാത്രമേ എനിക്ക് ദഅവത്ത് നടക്കുള്ളൂ. അങ്ങനെയല്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്റെ സമയവും നിന്റെ സമ്പത്തും നിന്റെ ശരീരവും നീ ചെലവഴിക്കണം. ദഅവത്ത് നിനക്ക് സമ്പാദിക്കാനുള്ള വഴിയല്ല, നിനക്ക് പരലോകത്തേക്ക് സമ്പാദിക്കാനുള്ള വഴിയാണ്. ദുനിയാവിൽ സമ്പാദിക്കാനുള്ള വഴിയല്ല ഇത്. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ദഅവത്തിന് നിന്റെ കയ്യിൽ നിന്ന് പണം ചിലവാക്കണം, നിന്റെ സമയം മാറ്റിവെക്കണം, നിന്റെ പ്രവർത്തനവും അറിവും കഴിവുകളും അതിന് ഉപയോഗപ്പെടുത്തണം. അങ്ങനെ ആവണം, കരീമാകണം. അവൻ നൽകുന്നവനായിരിക്കണം, തയ്യാറുള്ളവനായിരിക്കണം. അഞ്ചാമത്തെ കാര്യം അൻ യകൂന സലീമൻ. അവൻ്റെ ഹൃദയം സലീമായിരിക്കണം, പരിശുദ്ധമായിരിക്കണം. അതിൽ കറകൾ ഉണ്ടാകാൻ പാടില്ല. ആളുകളെ കാണിക്കാൻ വേണ്ടിയാകരുത്, ജനങ്ങൾ കേൾക്കാൻ വേണ്ടിയാകരുത്, അവർ നിന്നെ നല്ലത് പറയാൻ വേണ്ടിയാകരുത്, അവരുടെ അരികിൽ നിനക്ക് പ്രസിദ്ധി ലഭിക്കാൻ വേണ്ടിയാകരുത്, നിന്റെ ചുറ്റുപാടും ആളുകൾ വർദ്ധിക്കുന്നതിന് വേണ്ടിയാകരുത്. അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം. 5 കാര്യങ്ങൾ: അലീമുൻ, അലീമുൻ, റഹീമുൻ, ഹക്കീമുൻ, കരീമുൻ, സലീമുൻ. ഈ 5 സ്വഭാവങ്ങൾ അവനിലുണ്ടായിരിക്കണം.